ഇതാണ് പ്ലേ സ്റ്റോറിൽ 4.6 സ്റ്റാർ റേറ്റിംഗിലെ ഗെയിം, അതായത് ക്രിക്കറ്റിൻ്റെ ഗെയിം. ഈ ഗെയിമിൽ ഒരു ഓവർ മാത്രമേ ഉള്ളൂ. ഒരു ഓവറിൽ 6 ബോളുണ്ട്. അപ്പോൾ 6 ബോൾ അടിക്കുന്ന പോലെ ആയിരിക്കും ഗെയിം. പിന്നെ വൈഡ് എറിയുന്നതിനനുസരിച്ച് ബോൾ കൂടും, പിന്നെ നോ ബോൾ എറിയുന്നതിനനുസരിച്ച് പിന്നെയും ഒരു ബോൾ കൂടും, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യം ഫസ്റ്റ് ചിലപ്പം ബാറ്റിംഗ് തരും, ചിലപ്പം ബോളിങ് തരും. ഇതിപ്പം ഫസ്റ്റ് എനിക്ക് ബാറ്റ് തന്നു, അവർ ബോളിങ്. ഇത് 6 ബോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോൾ ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ തുരാന്ന് 6 അടിക്കുന്ന കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും എളുപ്പമാണോ 6 അടിക്കാൻ? പക്ഷേ ഇത് ഫസ്റ്റ് ടൈം മാത്രമേ ഇങ്ങനെ തരൂ. രണ്ടാമത് കുറച്ചും കൂടി കളിച്ച് ഒരു 2-3 കളിയെല്ലാം ആവുന്ന സമയത്ത് ഫുള്ള് മാറാൻ തുടങ്ങും. പിന്നെ നമ്മൾ എത്ര വീശി അടിച്ചു കഴിഞ്ഞാലും 4 സിംഗിള് അങ്ങനത്തെ സംഭവങ്ങളെ എടുക്കാനാവും. ഇതിൻ്റെ ഇടയ്ക്കൊരു 6 പോയാലായി, അങ്ങനെയാവും ഗെയിം. ഇതിപ്പം ഞാൻ ബോൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ആക്കി വെക്കാം. അതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഒരു സാധനം ഉണ്ടാവും, മേലേക്കും താഴേക്കും ഇങ്ങനെ പൊന്തുന്നത്. അത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റേ നീല കളറുണ്ടോ സൈഡിൽ, ആ നീലയിലെത്തുമ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ആക്കണം. അതായത് നീലയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ആക്കണമെങ്കിൽ ഒരു പച്ചേൻ്റെ ഇടയ്ക്ക് എത്തുമ്പോഴെങ്കിൽ നമ്മൾ അത് നിർത്തണം. അത് നമുക്ക് കളിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബോളായി. ആ റെഡിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ബോൾ. ആ ഗ്രീനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ പോകുന്നത് സ്ലോയിലായിരിക്കും. അങ്ങനെ ഞാൻ 2 നോ ബോൾ ചെയ്തു. അതുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ബോൾ നിങ്ങൾക്ക് അവിടെ കാണും. 6, 7, 8 വട്ടം കണ്ട. അതായത് 2 നോ ബോളിനെ അവർക്ക് എക്സ്ട്രാ 2 എണ്ണം കിട്ടി. അപ്പം അതെല്ലാം നോക്കി എറിയുക. പിന്നെ നിങ്ങൾക്ക് വൈഡാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ഇവർക്ക് ചുറ്റും ഒരു കോട്ടയുണ്ട്. ആ കോട്ടേൻ്റെ ഉള്ളിൽ ഏട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡാവില്ല. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണെങ്കിലും ഇപ്പുറം ഭാഗത്ത് എറിഞ്ഞു കഴിഞ്ഞാലും വൈഡാവില്ല. വൈഡാവണമെങ്കിൽ കറക്റ്റ് ആ വരേൻ്റെ പുറത്തെറിയണം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓൻ അങ്ങോട്ട് വന്നിട്ടാണ്. അപ്പോൾ ഞാൻ ആ വരേൻ്റെ ഇപ്പുറം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും മിസ് എന്നേ പറയുന്നില്ല, ഇപ്പം വൈഡാന്ന് പറയുന്നില്ല. ഇപ്പോൾ ഓൻ്റെ ബാക്ക് സൈഡിൽ എറിഞ്ഞു കഴിഞ്ഞാലും അത് മിസ്സായി എന്നേ പറയൂ. അവിടെ ബോൾ പോവും. വൈഡാവണമെങ്കിൽ ആ വെള്ള വരക്ക് പുറത്തന്നെ എറിയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ചെങ്ങായി എന്തേ പോയിട്ട് എടുക്കാത്തതെന്ന്. ആ ചെങ്ങായിൻ്റെ നെറ്റ് കണക്ഷൻ എന്തോ പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പം ഓൻ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞ് നെറ്റ് കണക്ഷൻ പോയതെന്ന്. പിന്നെ ഇത് മാറ്റുന്നതിനനുസരിച്ച് അവർ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ പ്ലെയേഴ്സാണ്. ഞാനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ക്യാച്ച് ഔട്ട് ഇല്ലേന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കുറേ കളിച്ച് നോക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം വന്നത്. ഔട്ടായി കഴിഞ്ഞാൽ കീഞ്ഞ് പോയിക്കോളാം, പിന്നെ വേറെ ആൾ വരലൊന്നുമില്ല. ഇപ്പോൾ 2 ബോളിൽ ക്യാച്ച് ഔട്ടോ സ്റ്റംപ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടെ 2 ബോളിൽ കീയും, കളി തീരുവാടാ. പിന്നെ അങ്ങോട്ടില്ല, ഓവറില്ല, പിന്നെ മറ്റവർക്ക് ബാറ്റ് കൊടുക്കുക. അത് കണക്കെയാണ് ഇത്. അപ്പോൾ ഇതിൽ വൈഡാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറിക്കൊടുത്തു. അതിപ്പുറത്തെ പോയി, അത് ബോൾ മിസ്ഡ്. വൈഡൊന്നും ഇല്ല ഇതിൽ. വൈഡെല്ലാം അങ്ങ് മൂലക്ക് പോകണം. ഇപ്പുറം ഞാൻ മൂലക്കും അങ്ങ് അപ്പുറം ബോൾ മൂലക്ക് എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും വൈഡാവില്ല. അത് വൈഡാവണമെങ്കിൽ ആ വരേൻ്റെ അപ്പുറം തന്നെ എറിയണം. അടുത്തൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.